അപ്പൊ ഈ വോട്ട് ചെയ്ത പ്രേക്ഷകരൊക്കെ മണ്ടന്മാരാണോ? 100% മണ്ടന്മാരാണ്. അതുകൊണ്ടാണ് അത് മണ്ടന്മാരായത് കൊണ്ടാണല്ലോ ഈ അനുമോള് ജയിച്ചത്. 100% മണ്ടരാണ്. ഇവർക്ക് വ്യക്തമായ ഈ PR എന്തുകൊണ്ടാണ് വിജയിക്കുന്നത്? PR എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം എന്തുകൊണ്ടാണ് വരുന്നത്? ജനങ്ങൾക്ക് നട്ടലില്ലാത്തതുകൊണ്ടാണ്. ഞാൻ തീരുമാനിക്കണോ, ഞാൻ കാണുന്ന ഷോയിൽ എനിക്കിഷ്ടമുള്ള ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കണം, ഇല്ലേ? അല്ലാതെ വേറൊരാളല്ല എനിക്ക് പറഞ്ഞത്. ഇപ്പൊ ആമിയല്ല എനിക്ക് പറഞ്ഞു തരേണ്ടത് അതിനകത്ത് മറ്റേ അവളാണ് നല്ലത്, അപ്പൊ നിങ്ങൾ അവർക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തിത്വം ഇല്ലല്ലോ. എനിക്കൊരു പ്രോഗ്രാം കാണുമ്പോൾ അറിയാം അതിൽ ആർക്കാണ് ഏറ്റവും നല്ലോണം ഗെയിം ചെയ്യുന്നത്, അവർക്ക് ഞാൻ വോട്ട് കൊടുക്കും. അപ്പൊ ആമി PR ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആമി പറയാണില്ല അനുമോളാണ് മറ്റേ ഇങ്ങനെ ഇതിങ്ങനെ എന്നൊക്കെ പറഞ്ഞ്, അതാണല്ലോ PR-ന്റെ പണി. അപ്പൊ എനിക്ക് വ്യക്തിത്വം ഇല്ലല്ലോ. ആദ്യം ജനങ്ങൾ തീരുമാനിക്കുക അവിടെ നല്ല രീതിയിൽ ഗെയിം ചെയ്ത് ആരാണ് അവർക്ക് വോട്ട് കൊടുക്കുക. തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇനി അങ്ങനെ വോട്ട് കൊടുത്തോ, പക്ഷേ അതിന് എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഇത് വോട്ടിൻ്റെ കളിയല്ല. അവിടെ ഇരിക്കുന്ന കുറച്ച് പേര് അവർ തീരുമാനിക്കും ഇത് ആർക്ക് കൊടുക്കണം, ആരെ എപ്പോഴും ഔട്ടാക്കണം, എന്ത് കാരണം പറഞ്ഞ ഒരാളെ ഔട്ടാക്കണം, ഇതൊക്കെ അവർക്ക് തീരുമാനിക്കാം. അതിലൊന്നും നമ്മൾ ഇടപെടുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവരും കയറുന്നത്. മനസ്സിലായി? ഞാൻ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പറയുകയാണ്, ജനങ്ങൾ മണ്ടരാവുന്ന ഇത് പറയുകയാണ്. പക്ഷേ ഇത് നമ്മൾ ഓരോ വ്യക്തികൾ കയറുമ്പോഴും വ്യക്തമായി നമുക്ക് ഡെയിലി ഇത്ര പേയ്മെൻ്റ് ഉണ്ട്, നമുക്ക് അവർക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മളെ ചിത്രീകരിക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് ഔട്ടാക്കാം, ഇങ്ങനെയൊക്കെയുള്ള പല ക്രൈറ്റീരിയസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ സൈൻ ചെയ്തിട്ടാണ് കയറുന്നത്. അപ്പോൾ അത് അവർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം, അത് നമുക്ക് കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത്. പൊട്ടന്മാരവർ ഇത്രയും ജനങ്ങൾ ആ രീതിയിൽ അതിനെ കാണാവൂ.